Hi guys, അടുത്ത question. Let the arithmetic mean of 1 by a, 1 by b, etc. 5 by 16. If alpha such that a for alpha b are in AP, then the equation alpha x square minus ax plus 2 into alpha minus 2 beta is equal to 0 has 1 root in 1 comma 4 and another root in minus 2 comma 0, 1 root in 0 comma 2 and another root in minus 4 comma 2. Okay. ആക്ച്വലി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണ് സീക്വൻസ് ആൻഡ് സീരീസും അതേപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനും നമ്മൾ ക്ലബ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും അതിന് കോൺസെപ്റ്റ് വരുന്നത് സീക്വൻസ് ആൻഡ് സീരീസിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. റെഡി? എന്താണ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് 1 by a and 1 by b is 5 by 16. അത് അവിടെ നിൽക്കട്ടെ. If alpha such that a for alpha b are in AP, then the equation alpha x square minus ax plus 2 into alpha minus 2b is equal to 0. റെഡി അല്ലേ? ഹാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു എ പി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? എ പി ആണ് തന്നിരിക്കുന്നത്. ഈ എ പിയിൽ ഒരൊറ്റ ചങ്ങാതി മാത്രമേ എന്തായിട്ടുള്ളൂ, നമുക്ക് അറിയുന്ന ചങ്ങാതിയുള്ളൂ. റെഡി അല്ലേ? ആരാണ്? ഇതിൽ 4 മാത്രമേ നമുക്ക് നോൺ ആയിട്ടുള്ള ഒരാളുള്ളൂ. റെഡി അല്ലേ? 4 മാത്രമേ നമുക്ക് ഇവിടെ എന്താണുള്ളൂ മക്കളെ, നോൺ ആയിട്ടുള്ള ചങ്ങാതിയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ആ 4നെ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ബാക്കിയുള്ളവരെ സെറ്റാക്കാം അല്ലേ? അഥവാ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ 4 മൈനസ് ഡി എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്ലസ് ഡി എന്ന് കൊടുക്കാം അല്ലേ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, അതിനെ 4 പ്ലസ് 2d എന്ന് കൊടുക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് ഒരൊറ്റ അൺനോണിലേക്കെല്ലാം മാറ്റം. ഇവിടെ ആക്ച്വലി എ ബി ആൽഫ 3 അൺനോൺ ഉണ്ട്. പക്ഷെ 4 എന്ന് പറഞ്ഞ ഒറ്റ ആളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവനെ മൊത്തം എന്താക്കാം, അറിയുന്ന ഒരൊറ്റ അൺനോൺ അല്ലേ? അഥവാ ഡിൻ്റെ ടേമിലേക്ക് കംപ്ലീറ്റ്ലി എല്ലാവരെയും ഞാൻ എന്താക്കിയിടാം, മാറ്റി. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി നമുക്ക് എന്താ കണ്ടുപിടിക്കാണ്ട് പറ്റും. ഓക്കെ, ഡി കണ്ടുപിടിക്കാണ്ട് പറ്റും അല്ലേ? എങ്ങനെ ഡി കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അരിത്മെറ്റിക് മീൻ ഓഫ് 1 by a and 1 by b is 5 by 16 അല്ലേ? അതായത് 1 by a plus 1 by b, ഓക്കെ, ഡിവൈഡ് ബൈ 2 അല്ലേ? അതാണ് അരിത്മെറ്റിക് മീൻ ഓഫ് 1 by a and 1 by b എന്ന് പറയുന്നത്. അതെന്താണ് 5 divided by 16 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 by a plus 1 by b ഈസ് ഈക്വൽ ടു എന്താണ് 5 by 8 എന്ന് പറയാം. റെഡി അല്ലേ? 1 by a plus 1 by b ഈസ് ഈക്വൽ ടു എന്താണ് 5 by 8 എന്ന് പറയാം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ 1 by a plus 1 by b ഈസ് ഈക്വൽ ടു 5 by 8 അല്ലേ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ശ്രദ്ധിക്കുക, അതായത് a plus b ഡിവൈഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു നമുക്ക് 5 by 8 എന്ന് പറയാം. ഇതിനെ ക്രോസ് ചെയ്താൽ 8 ഇൻറ്റു എന്താണ്, യെസ്, a plus b ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എ ബി എന്ന് പറയാം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ എന്നിട്ട് എക്ക് നമുക്ക് എന്ത് ചെയ്യാം, 4 മൈനസ് ഡി എന്ന് കൊടുക്കാം അല്ലേ? എയുടെ പകരം ഞാൻ 4 മൈനസ് ഡി എന്ന് കൊടുക്കുന്നു. എടാ ബി എന്ന് പറഞ്ഞ സാധനം എന്തായിരുന്നു, 4 പ്ലസ് 2d ആണ്. റെഡി അല്ലേ? 4 പ്ലസ് 2d ആണ് ബി എന്ന് പറഞ്ഞ സാധനം. റെഡി അല്ലേ? ഈസ് ഈക്വൽ ടു ഇവിടെയും എന്താണ്, യെസ്, 4 മൈനസ് ഡി ഇൻറ്റു എന്താണ്, യെസ്, 4 പ്ലസ് 2d എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 8 ഇൻറ്റു അല്ലേ, ഇവിടെ 4 പ്ലസ് 4 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 8 ആണ് അല്ലേ? 2d മൈനസ് ഡി എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലസ് ഡി ആണ്. റെഡി അല്ലേ? യെസ്, ഓക്കെ, ഇവിടെ 5 ഇൻറ്റു ഇതെന്ന് പറയാം 4 ഇൻറ്റു 4 16 അല്ലേ, പ്ലസ് 8d അല്ലേ, മൈനസ് 4d അല്ലേ, മൈനസ് 2d സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എഗെയിൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 8 ഇൻറ്റു അല്ലേ, വാട്ട് ഈസ് ദാറ്റ്, 8 പ്ലസ് d. റെഡി അല്ലേ? 8 ഇൻറ്റു 8 പ്ലസ് d ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു. റെഡി അല്ലേ? ഇവിടെ 16 ഉണ്ട് അല്ലേ, പിന്നെ 8d മൈനസ് 4d എന്ന് പറയുമ്പോൾ എന്താണ്, യെസ്, 8d മൈനസ് 4d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് സംതിങ് പെട്ടെന്നാണ് 4d ആണ്. റെഡി അല്ലേ? ഇനി മൈനസ് ഇവിടെ നമുക്ക് 2d സ്ക്വയർ ഉണ്ട്. റെഡി അല്ലേ? 2d സ്ക്വയർ ഉണ്ട്. റെഡി അല്ലേ? യെസ്, ഓക്കെ. ഇനി നമുക്ക് എന്താക്കാം, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ 64 അല്ലേ, പ്ലസ് 8d എന്ന് വരും. ഇതാണെങ്കിൽ 80 അല്ലേ, പ്ലസ് 20d എന്ന് വരും അല്ലേ, മൈനസ് എന്താണ് 10d സ്ക്വയർ എന്ന് വരും. ഇതിലൊക്കെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10d സ്ക്വയർ എന്ന് വരും അല്ലേ. ഇവിടെ 8d മൈനസ് 20d എന്ന് പറഞ്ഞാൽ മൈനസ് 12d എന്ന് വരും. റെഡി അല്ലേ? ഇനി അടുത്തത് പിന്നെ എന്താ പറയുക, 8 ഇവിടെ മൈനസ് 16 എന്ന് വരും. റെഡി അല്ലേ? ഈസ് ഈക്വൽ ടു എന്താണ് 0. ഫർദർ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇവിടെ 5d സ്ക്വയർ അല്ലേ, മൈനസ് എന്താണ് മക്കളെ, യെസ്, 6d മൈനസ് 8 ഈസ് ഈക്വൽ ടു എന്താണ് 0 എന്ന് പറയും. റെഡി അല്ലേ? നമുക്ക് അവിടെ നിന്നാക്കാം ഡിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഓക്കെ, ഞാനൊന്ന് ഗസ് ചെയ്യുമ്പോൾ എനിക്ക് d = 2 കിട്ടുന്നതാണ്. ഞാൻ വെറുതെ d = 2 എന്ന് മനസ്സിൽ കൊടുത്തു നോക്കി. ഓക്കെ, സോ 5 ഇൻറ്റു 4 മൈനസ് 6 ഇൻറ്റു 2 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 20 മൈനസ് 12 മൈനസ് 8 എനിക്ക് 0 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ d = എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. റെഡി അല്ലേ? അത് കിട്ടാത്തവർ എന്ത് ചെയ്യുക, ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ വൺസ് ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, എ ആൽഫ ബി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? എങ്ങനെയാടാ,
യെസ് എ ആൽഫ ഡി ഒക്കെ നമുക്ക് എന്താക്കാൻ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? എങ്ങനെയാണ്? ഓക്കെ, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുമ്പോൾ 4 - d ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എ എന്ന് പറയുമ്പോൾ 4 - d ആണ്. അപ്പോൾ എ = എന്താണ്? 4 - 2 അഥവാ 2 എന്ന് കിട്ടും അല്ലേ? ഇനി അടുത്തത് ആൽഫ എന്ന് പറയുമ്പോൾ 4 + d ആണ്. അപ്പോൾ ആൽഫ = 4 + 2 അഥവാ 6 എന്ന് കിട്ടും. റെഡി അല്ലേ? ഇനി അതേപോലെ തന്നെ ബി എന്ന് പറയുമ്പോൾ 4 + 2d ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? യെസ്, ആൽഫ 8 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ എത്രയായി? നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ എയുടെ ബി ഡി അല്ലേ 8-ൻ്റെയൊക്കെ വാല്യൂ കിട്ടി. റെഡി അല്ലേ? സോറി, എയുടെ ബി ഡി ആൽഫയുടെ വാല്യൂ കിട്ടി. ഓക്കെ, നമ്മൾ പറഞ്ഞ് ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ നമ്മളെന്താക്കി ഇനി നമ്മുടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുക. ഓക്കെ അല്ലേ? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആക്കാം. കാരണം ഇതിലെല്ലാ ആൾക്കാരുടെയും വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. റെഡി അല്ലേ? എല്ലാ ആൾക്കാരുടെയും വാല്യൂ നമുക്ക് ഓൾറെഡി എന്താക്കി കഴിഞ്ഞു മക്കളെ? കിട്ടിക്കഴിഞ്ഞു. റെഡി അല്ല? എല്ലാവരുടെയും വാല്യൂ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 6 ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ 6x² അല്ലേ മൈനസ് എയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. അപ്പോൾ 2x + 2 ഇൻറ്റു ആൽഫയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? അഗെയിൻ 6 ആണ്. റെഡി അല്ലേ? മൈനസ് 2b. ബിയുടെ വാല്യൂ 8 ആണ്. 2b എന്ന് പറയുമ്പോൾ എന്താണ്? 16 ആണ് അല്ലേ? = എന്താണ്? 0 എന്നാണ് പറയുന്നത്. അപ്പോൾ 6x² അല്ലേ മൈനസ് 2x 6 - 16 -10 ആണ്. -10 × 2 എന്ന് പറയുമ്പോൾ -20 അല്ലേ? = എന്താണ്? 0 എന്ന് കിട്ടും. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇതായി കഴിഞ്ഞാൽ 3x² - x -10 = 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നില്ല. അത് സോൾവ് ചെയ്താൽ x = 2 അതേപോലെ തന്നെ -5/3 കിട്ടും. റെഡി അല്ലേ? അപ്പോൾ അത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്താണ്? യെസ്. ഓക്കെ, നോക്കണേ. 1 root in 1,4 ആൻഡ് അനദർ ഈസ് -2,0. കറക്റ്റ് അല്ലേ? ഒരു റൂട്ട് 1,4 ആണ് അല്ലേ? 1 4ൻ്റെ ഇടക്കാണ്. മറ്റേതാണ് -2 0ൻ്റെ ഇടക്കാണ് അല്ലേ? കറക്റ്റാണ്. കാരണം അത് -5/3 എന്നല്ലേ പറയും? -5/3 -1 ആണ് എന്ന് പറഞ്ഞാൽ -2 0ൻ്റെ ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ തന്നെ എന്താണ്? കറക്റ്റാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട നാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു AP തന്നു കഴിഞ്ഞാൽ അതിലൊരാൾ മാത്രം നമുക്ക് നോണായിട്ട് തന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ആ നാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ.